ഈ ഡാൻസ് ഓഫ് പരിശോധനയ്ക്ക് എത്തിയത് തിരിച്ചറിഞ്ഞതോടെ അതിസാഹസികമായാണ് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത്. ഹോട്ടലിന്റെ 3-ാം നിലയിലെ 314-ാം നമ്പർ മുറിയുടെ ജനാല വഴി ചാടിയാണ് ഷൈൻ രക്ഷപ്പെട്ടങ്ങ് ഓടിയത്. കൊച്ചിയിലെ ഹോട്ടലിന് മുന്നിൽ നിന്ന് സജോ ദേവസ്യ ഷൈൻ ടോം ചാക്കോയുടെ രക്ഷപ്പെടൽ വിവരിക്കുകയാണ്. സജോയിലേക്ക്. നടൻ ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘം എത്തിയ വിവരം തിരിച്ചറിഞ്ഞ് ജനലിൽ കൂടി ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് എറണാകുളം ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷന് നേരെ എതിർഭാഗത്തുള്ള ഈ കാണുന്ന PGS വിവാന്ത ഹോട്ടലിൽ നിന്നാണ്. 3-ാം നിലയിലെ 314-ാം നമ്പർ മുറിയിലാണ് ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നത്. നേരത്തെ തന്നെ ഡാൻസ് ഓഫ് സംഘം ലഹരി ഇടപാട് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 10:55 ഈ കാണുന്ന ഹോട്ടലിലേക്ക് ഷൈൻ്റെ മുറിയിലേക്ക് എത്തിയത്. മുറിയുടെ മുന്നിൽ ഈ സംഘത്തിൻ്റെ സാന്നിധ്യം ഷൈൻ തിരിച്ചറിഞ്ഞു. ആ ഘട്ടത്തിൽ മുറിയിലുണ്ടായിരുന്നു. പിന്നീട് നേരെ കാണുന്ന ജനലിലൂടെ താഴേക്ക് ചാടുന്നു, ഭാഗത്തേക്ക് ഊർന്നിറങ്ങുന്നു. അതിനുശേഷം നമുക്ക് കാണാം സ്വിമ്മിംഗ് പൂൾ, ആ ഭാഗത്തേക്ക് ചാടി ഇറങ്ങിയതിനു ശേഷം പിന്നീട് ലോബിയിലേക്ക് പോകുന്നു. ലോബിയിൽ നിന്ന് സ്റ്റെയർകേസ് വഴി താഴേക്ക് ഇറങ്ങി ഓടി ഗേറ്റ് കടന്ന് ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ 5 ദിവസമായി നേരത്തെ വിവിധ ഇടങ്ങളിലായി ഷൂട്ടിംഗ് സെറ്റുകളിലായിരുന്നു ഷൈൻ ടോം ചാക്കോ. അതിനുശേഷം കൊച്ചിയിലേക്ക് എത്തി. കഴിഞ്ഞ 5 ദിവസമായി കൊച്ചിയിലെ പലയിടങ്ങളിലുമുണ്ട്. ഏതാണ്ട് ഒരു 5:30 ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം റൂമിലേക്ക് എത്തിയത്. ഓൺലൈൻ വഴിയാണ് റൂം എടുത്തത്. ഷൈൻ തന്നെയാണ് റൂം എടുത്തത്. സുഹൃത്ത് മുർഷിദ് റൂമിലുണ്ടായിരുന്നു. മുർഷിദിനെ ഡാൻസ് ഓഫ് സംഘത്തിന് ചോദ്യം ചെയ്യാനായി, മൊഴി രേഖപ്പെടുത്താനായി. ആ ഘട്ടത്തിൽ മുർഷിദിൻ്റെ കൈവശം എന്തെങ്കിലും ലഹരി ഉണ്ടായിരുന്നില്ല, മുറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ലഹരി ഉണ്ടായിരുന്നില്ല. നമുക്ക് വീണ്ടും ഈ ദൃശ്യങ്ങളിലേക്ക്, ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകാം. കാരണം അത്യന്തം സാഹസികമായി 3-ാം നിലയിൽ നിന്ന് മറുഭാഗത്തേക്കുള്ള ഡോർ, അതായത് ഡോറിന് മുന്നിൽ ഡാൻസ് ഓഫ് സംഘമുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഗ്ലാസ് നീക്കിയാൽ താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നതാണ് ഈ ഹോട്ടലിൻ്റെ സ്വഭാവം. അതായത് ഏതെങ്കിലും ഗ്രില്ലില്ല, അതുവഴി താഴേക്ക് ഇറങ്ങുന്നു. പിന്നീട് നേരെ അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നേരെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്വിമ്മിംഗ് പൂൾ ഭാഗത്തേക്ക് എടുത്തു ചാടുന്നു. അതിനുശേഷമാണ് ലോബിയിലൂടെ ഓടി രക്ഷപ്പെട്ടത്. അതായത് അങ്ങേയറ്റം സാഹസികമായി, അങ്ങേയറ്റം പണിപ്പെട്ട് അപകട സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം എന്തോ ഒരു കുറ്റകൃത്യം മറയ്ക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നടൻ ഇങ്ങനെ സാഹസപ്പെട്ട് പണിപ്പെട്ട് അപകടം പോലും ക്ഷണിച്ചു വരുത്താവുന്ന ഒരു സാഹചര്യത്തിലുള്ള ഈ റൂട്ടിലൂടെ ചാടി ഓടി രക്ഷപ്പെട്ടത് എന്താണ് കാണേണ്ടത്. നേരെ എതിർഭാഗത്ത് കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. ആ ഭാഗത്തേക്ക് നേരെ പിന്നീട് എതിർഭാഗത്തേക്ക് ഇടതുഭാഗത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ കടന്നു വന്നതൊക്കെയാണ്. മറ്റ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള പരിശോധനയൊക്കെ സജീവമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് ഈ കുറ്റകൃത്യം എന്തായിരുന്നു എന്നതിൽ ഒക്കെ പരിശോധന കൃത്യമായും വരേണ്ടതാണ്. പക്ഷേ അങ്ങേയറ്റം നാടകീയമായി അപകടം ഉണ്ടാക്കും വിധം ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പിടിയിൽപ്പെടാതെ സാഹസികമായാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത് എന്നതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. സജോ അത് വിവരിക്കുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഓടിയ ആ ഓട്ടം അതെങ്ങോട്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയാണെന്നും അറിയില്ല, ഒളിവിലാണ് ഷൈൻ ടോം ചാക്കോ. എന്തായാലും വല വിരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. അതിൽ പെടുമായിരിക്കും എന്തായാലും നടൻ. എന്തായാലും ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെയുള്ളത്.